അറിയണോ നിങ്ങൾക്കൊരു ചരിത്രം? ബഹുമാനപ്പെട്ട സമൂദ് ഗോത്രത്തെ പറ്റി, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ പറ്റി, സമൂദ് ഗോത്രത്തെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ആ ഗോത്രക്കാരെ നശിപ്പിക്കാനുള്ള കാരണം എന്താണ്? പഠിച്ചു വെക്കണേ. ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മദീനയുടെ തെക്ക് ഭാഗത്ത് 400 കിലോമീറ്റർ അപ്പുറത്തുള്ളതാകുന്ന ഹിജ്റ എന്ന പ്രവിശ്യയിലാക്കുന്ന ബഹുമാനപ്പെട്ടതാകുന്ന സാലിഹ് നബി അലൈഹിസ്സലാം ആ നാട്ടിലുള്ള സമൂദ് എന്ന ചെറിയ ഒരു ഗോത്രത്തിലേക്ക് കേവലം 5000-ഓളം വരുന്ന ജനങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബിയെ പറഞ്ഞു വിടുന്നത്. ബഹുദൈവ ആരാധകരാണ്. ഏകദൈവ വിശ്വാസം അവരിലേക്ക് പറഞ്ഞു കൊടുത്തപ്പോ ആ സമുദായം പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്ന പർവ്വതം നിന്ന് പ്രസവിക്കണേ, അതിൽ നിന്ന് ഒരൊട്ടകം കടന്നു വരണേ. ആ സമുദായം പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്ന പർവ്വതം പ്രസവിക്കണം, അതിനുള്ളിൽ നിന്ന് ഒരൊട്ടകം വന്ന് ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് ചുരത്തി തന്നാൽ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കാം, ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളാം. സാലിഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ, എന്റെ ഉമ്മത്താകുന്ന ഈ സമൂദ് ഗോത്രക്കാർ വൈലാ സമൂദ അഖാഹും സാലിഹാ. സാലിഹ് നബി അലൈഹിസ്സലാം പടച്ചറബിനോട് പറഞ്ഞു, അല്ലാഹുവേ, എന്റെ ഉമ്മത്താകുന്ന ഈ സമൂഹം അവർ വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്ന പർവ്വതം ഒന്ന് പ്രസവിക്കണേ അല്ലാ, അതിൽ നിന്ന് ഒട്ടകം പുറപ്പെടൽ നിർബന്ധമാണ്. ഒട്ടകം പുറപ്പെട്ടാൽ മാത്രം പോരാ, ആ ഒട്ടകത്തിന്റെ പാല് ഇവർക്ക് കുടിക്കുകയും വേണം, എങ്കിലേ നിന്നെ കൊണ്ട് വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. എന്തിനാ ഈ ചരിത്രം പറയുന്നത്? ഒരാളെ തെറ്റ് ചെയ്യുമ്പോ ബാക്കിയുള്ളവരൊക്കെ അനങ്ങാതിരുന്നാൽ, നമ്മുടെ മക്കളല്ലേ ചെയ്യുന്നത്, അവർ ഉസ്താദെ കല്യാണത്തിന് അങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന, അതിനിപ്പോ നമ്മളെന്താ ചെയ്യാൻ പറ്റുക? അവർ കുറെ കൂട്ടുകാർ കൂടിയിട്ട്. അങ്ങനെയല്ല, വാപ്പായും ഉമ്മയും കുടുംബത്തില് പ്രായം ചെന്നവരും ഒക്കെ പ്രതികരിക്കണം, യുവാക്കൾ പ്രതികരിക്കണം, രംഗത്ത് വരണം, കർശനമായിട്ട് വിലക്കേർപ്പെടുത്തണം. ഇത്തരത്തിലുള്ള പടക്കം പൊട്ടിയിലും പരിപാടികളും ആഭാസമൊന്നും ഇവിടെ പറ്റില്ല, ദൂർത്ത് പാടില്ല എന്ന് കർശനമായിട്ട് പറയണം. അവിടെയാണ് ദീൻ. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അവർക്കെല്ലാവർക്കും ശിക്ഷയുണ്ടാകുമെന്നുള്ള ചരിത്രമാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. മനസ്സിലായിക്കോ? സമൂദ് ഗോത്രത്തെ പരിപൂർണമായി അള്ളാഹു ഉന്മൂലനം ചെയ്യാനുള്ള കാരണം തന്നെ അവരിൽ ഒരാൾ തെറ്റ് ചെയ്തതിന്റെ കാരണത്താലാണ്. ചരിത്രം പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ ചെയ്ത തെറ്റിന്മേല് ആ സമൂഹത്തെ മുഴുവനും 5000-ഓളം വരുന്ന ജനങ്ങളെ മുഴുവനും അള്ളാഹു ഇല്ലാതാക്കി. എന്താ ചെയ്ത തെറ്റ്? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാം ജനങ്ങളുടെ ആവശ്യപ്രകാരം ആ കാണുന്ന പർവ്വതത്തിന്റെ ഇടയിൽ നിന്ന് ഒരൊട്ടകത്തെ പ്രസവിക്കപ്പെടണം, പർവ്വതം പ്രസവിക്കണം. പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് എന്ത് വരണം? ഒട്ടകം വരണം. ആ ഒട്ടകത്തിന്റെ പാല് കുടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കൂല. അതാണ് അവരുടെ വാദം. സാലിഹ് നബി അലൈഹിസ്സലാം ആ പാറക്കെട്ടിന്റെ ഇടയിലേക്ക് നീങ്ങി നിൽക്കുകയാണ്. ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ പാറക്കെട്ടിലേക്ക് വിരലങ്ങ് ചൂണ്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. പാറക്കെട്ട് 9 മാസം 10 ദിവസവും ഗർഭം ചുമക്കുന്നതാകുന്ന ഒരു ഉമ്മ പ്രസവവേദന എങ്ങനെയാണോ ഉണ്ടാകുക, അതേപോലെയുള്ള വേദനയും വിഷമവും അതേപോലെയുള്ളതാകുന്ന ശബ്ദവും ഒക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകം പ്രസവിക്കപ്പെടുകയാണ്. ആ ഒട്ടകത്തിന്റെ പാലിവർ ജനങ്ങൾ മുഴുവൻ ആളുകളും കുടിക്കുകയാണ്. 5000-ഓളം വരുന്ന ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ ഒട്ടകത്തെ സൂക്ഷിക്കണേ, അതിന്റെ കുടിനീരും നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ഒട്ടകത്തെ കൊന്നുകളയരുത്, ഇതിനെ നിങ്ങൾ ഗൗരവമായി കാണണം. ഇത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. ആ കാണുന്നതാകുന്ന അരുവി ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ അരുവിയിൽ നിന്ന് ഒരു ദിവസം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഒരു ദിവസം ഒട്ടകത്തിന്റെ ദിവസം ഒട്ടകത്തിന് മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അവർക്കൊരു പരീക്ഷണമായിട്ട് കൊടുത്തു. എല്ലാവരും അംഗീകരിച്ചോ? എല്ലാവരും അംഗീകരിച്ചു. 5000-ഓളം വരുന്ന ആളുകളുണ്ട്. സമൂദ് ഗോത്രം. മലഞ്ചെരുവിൽ പാറ തുരന്നിട്ട് അതിനുള്ളിൽ കഴിഞ്ഞുറങ്ങുന്നവരായിരുന്നു അവർ. അവരുടെ വീട് എവിടെയാണ്? വലിയ മലകൾ തുരന്നിട്ട് അതിനുള്ളിലാണ് കടന്നുറങ്ങുന്നത്. അത്ര ഭയങ്കര ശക്തിയുള്ള ടീംസാണ്. ഖുർആൻ പറയാണ് അവരെ പറ്റി, അവരെ പറ്റി പറയാം.
അങ്ങനത്തെ ആളുകളെ ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒട്ടകത്തിന്റെ പാല് കിട്ടും. പക്ഷെ ഒരു കാര്യം മാത്രം, ഒരു ദിവസം നിങ്ങൾക്ക് വെള്ളം എടുക്കാം ആ കാണുന്ന അരുവിയിൽ നിന്ന്. അടുത്ത ദിവസത്തേക്ക് വേണ്ടത് വേണം, സൂക്ഷിച്ചു വെച്ചോ. പിറ്റേ ദിവസം ഒട്ടകത്തിന്റെ. അങ്ങനെ ഊഴം നിശ്ചയിച്ചു കൊടുത്തു. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം ഒരു ദിവസം വെള്ളം കുടിക്കും, അടുത്ത ദിവസം ഇവര് വെള്ളം കുടിക്കും. ഒട്ടകത്തിന്റെ വെള്ളം കൂടി അറിയാവില്ല, ന്യായമായിട്ട് സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോയി, ദിവസങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം എത്തിയപ്പോ കുറച്ചാളുകൾക്ക് കള്ളു കുടിക്കാൻ നേരത്ത് അതിലൊഴിക്കാൻ വെള്ളമില്ല. ഒരാളും വിശ്വസിച്ചില്ല. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം ഇങ്ങനെ പാറക്കെട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് അവരാരും ഇസ്ലാം മതം പുലുകിയോ? അതുമില്ല. വിശ്വാസം പുലുകിയില്ലെന്ന് മാത്രമല്ല, കള്ളിൽ ചേർക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോഴത്തേക്കും അവരിൽ ഒരാൾ നേരെ ചെന്നു ഈ ഒട്ടകത്തെ കൊന്നുകളയാൻ വേണ്ടി തുനിഞ്ഞു. കാരണം ഒട്ടകത്തിന്റെ മുതുകിൽ വെള്ളം സൂക്ഷിക്കപ്പെടുമല്ലോ, അതെടുക്കാന്നുള്ളത്. ഒട്ടകത്തെ അദ്ദേഹം വലിയ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി. ഖുർആൻ അതിന് പറഞ്ഞത് ഫഅഖറൂഹ എന്നാണ് പറഞ്ഞത്. അവർ അതിനെ കൊന്നുകളഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ ഒരാളാണ് കൊന്നത്. പക്ഷെ ആ ജനങ്ങളുടെ മുഴുവൻ ആളുകളുടെ മേൽ കുറ്റം ചാർത്തപ്പെട്ടു. എന്തുകൊണ്ട്? മുഫസ്സിരീങ്ങൾ പറയുന്നു, അവരെല്ലാവരും പരിപൂർണമായി സമ്മതം പുൽകി നിൽക്കുകയായിരുന്നു. എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. ആർക്കും ആ ഒട്ടകത്തെ കൊന്നു കളഞ്ഞതിൽ ആർക്കും ഒരു വിഷമമൊന്നുമില്ല. മാനസികമായിട്ട് എല്ലാവരും അതിനോട് പൊരുത്തപ്പെട്ട് നിലകൊള്ളുകയായിരുന്നു. ഏതുപോലെ കല്യാണ വീടുകൾ നടക്കുന്നതാകുന്ന കൂത്തരങ്ങുകൾക്ക് മാതാപിതാക്കൾ അവിടെ ഉണ്ട്. അപ്പൊ ഷുഗർ പിടിച്ച് 190 ഷുഗറിലെത്തി നിൽക്കുകയാണെങ്കിലും കുറച്ച് ഐസ്ക്രീമൊക്കെ തോണ്ടി ചുണ്ടിൽ വെച്ചുകൊണ്ട് വാപ്പയുടെ മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നൊന്നുമില്ല. വാപ്പാക്ക് എപ്പോഴും റാഹത്ത്. പൂത്തിരിയൊക്കെ വാപ്പാടെ കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വാപ്പ പൂത്തിരിയൊക്കെ കത്തിച്ചൊരു മൂലക്കിരിപ്പുണ്ട്. ഉമ്മ അപ്പുറത്തും ഒപ്പനപ്പാട്ടും ഒക്കെ വലിയ താളം പിടിച്ചുകൊണ്ട് ഉമ്മ ഉപ്പുണ്ട്. ഉമ്മാക്ക് ഒരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് അടയ്ക്ക ഇങ്ങനെ ചുണ്ടിൽ വെച്ച് കൊടുത്തായി ചവച്ചുകൊണ്ടിരിപ്പുണ്ട്. ഉമ്മാക്കും പ്രശ്നമില്ല, വാപ്പാക്കും വിഷയമില്ല. പിന്നെ ആർക്ക് പ്രശ്നം? പിന്നെ നാട്ടുകാർക്ക് പ്രശ്നമുണ്ടോ? നാട്ടുകാരെല്ലാവരും ഇങ്ങനെ മാറി നിന്ന് കുറ്റം പറയും. വന്നിട്ട് നല്ല മട്ടനും ചിക്കനും ഒക്കെ അടിച്ചിട്ട് നല്ല ഇദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് സൂപ്പർ കല്യാണം കേട്ടോ, നമ്മുടെ നാട്ടിൽ പെരുങ്ങാടിയിൽ ഇങ്ങനത്തെ ഒരു കല്യാണം നടന്നില്ല, സൂപ്പർ പരിപാടി, അടിപൊളി, റാഹത്ത്, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തോടെ പള്ളിയിലെ മുസ്ലിയാരെ കാണുമ്പോൾ പറയും, അതെ എന്റെ റബ്ബ് ഉസ്താദ് പോയി നോക്കണം, എന്റെ റബ്ബ് ഒന്നും പറയണ്ട, പെണ്ണുങ്ങളോടെ കിടന്ന് അങ്ങനെ മറിയുന്നിങ്ങനെ. മറ്റേത് വയറ്റി കിടപ്പുണ്ട്, മട്ടനും ചിക്കനും വയറ്റി കിടക്കും. ഇവിടം വരെ ഹൽക്കിന് വരെ നിന്നിട്ട് ഹൈവാൻ ഇത് പറയുന്നത്. ഉസ്താദിനെ സ്ക്രൂ ചെയ്യുക പതുക്കെ. പരിപാടി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്നാ ഇപ്പം കല്യാണത്തിന് പോകാതിരിക്കുവോ? അതൊന്നുമില്ല. കല്യാണം അടുത്ത വേറെ കല്യാണം പിറ്റേ ദിവസം ഉണ്ട് ഇതേപോലത്തെ. അവിടെയും പോയി ഇതുപോലെ കഴിച്ചതിന് ശേഷം എന്നിട്ട് മാറി നിന്ന് വെളിയിൽ നിന്ന് പല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഇറച്ചി വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തല്ലേ എത്ര ലൈറ്റ്, എത്ര ലക്ഷം, എത്ര പാവങ്ങളെ കെട്ടിക്കാല്ലേ. ആ പിള്ളേർ കൊടുത്തിരുന്ന, ആ ക്ലബിലെ പുറത്ത് കൊടുത്തിരുന്ന എത്ര പൈസ, എത്ര രൂപകൾ പിടിച്ചത്. ഒരു വാക്ക് പറയുന്നുണ്ടോ? ആചാര്യതേ, നിങ്ങൾ ഈ കാണിച്ചത് വളരെ തെറ്റാട്ടോ, ഇസ്ലാമികപരമായിട്ട് വളരെ, ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. ഒരാൾ പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഒരൊറ്റ ഹാജിയാക്കന്മാർ ഇതുപോലെ ചെയ്യൂല. ഒരാൾ പറഞ്ഞാൽ മതി, ഒറ്റ ഒരുത്തം പറയുന്നില്ല. ഞാൻ പറഞ്ഞു, എല്ലാവരും അംഗീകാരം മൂളി ഇങ്ങനെ പോവുക, പതുക്കെ പതുക്കെ അനങ്ങാതെ. നല്ല മട്ടനൊക്കെ അടിച്ചിട്ട് ഹാജിയാരെ കാണുമ്പോൾ ഹാജിയാരെ സൂപ്പർ കല്യാണം. നമ്മുടെ ഈ ഏരിയ ഉപ്പളം പരിസരത്ത് ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല, അടിപൊളി കല്യാണം, ഭയങ്കര പരിപാടിയാണ്. ഇത് പറഞ്ഞിട്ട് പോവുക. ലക്ഷങ്ങൾ കോടികളിലൂടെ പൊതിച്ചുകൊണ്ടിരിപ്പുണ്ട്, അപ്പോഴും ഒരാൾ പോലും എതിർപ്പില്ല. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്? അദാബ് വരും, അല്ലാഹു ആക്കട്ടെ. അങ്ങനെ അദാബ് ഇറങ്ങിയതാ. കേട്ടോ കേട്ടോ, ഖുർആൻ പറയാൻ, وَيَا قَوْمِ هَذِهِ نَاقَةُ اللَّهِ لَكُمْ آيَةً فَذَرُوهَا تَأْكُلْ فِي الْأَرْضِ وَلَا تَمَسُّوهَا فَيَأْخُذَكُمْ عَذَابٌ قَرِيبٌ. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാം ഒട്ടകത്തെ അവരിലേക്ക് നൽകിക്കൊണ്ടവരോട് പറയുകയാണ്, ഒട്ടകത്തെ സൂക്ഷിക്കണേ, ഈ ഒട്ടകത്തിന്റെ കുടിനീരും ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അതിന് അല്ലാഹു നൽകപ്പെട്ടതാകുന്ന ദിവസത്തിൽ അതിന്റെ കുടിനീരിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ പോകരുതേ. ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, ഒട്ടകമാണ്. നാഖത്തല്ലാഹി വസുഖിയാഹാ
ലോകത്ത് ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഇടം നേടിയ ഒട്ടകം ബഹുമാനപ്പെട്ട സാലിഹ് നബിയുടെ ഒട്ടകമാണ്. കാരണം ഈ ഒട്ടകത്തെ പറ്റി അള്ളാഹു പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്. സാലിഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കാൻ വേണ്ടി ജനങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞപ്പോ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് അള്ളാഹു പുറപ്പെടുവിച്ച ഒട്ടകമാ നാഖത്തല്ലാഹി വസുഖിയാഹാ. ഈ ഒട്ടകത്തെ സൂക്ഷിക്കണേ എന്ന് സാലിഹ് നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞിട്ട് പോലും അവരിൽ നിന്ന് ഒരു വ്യക്തി ഇറങ്ങി തിരിക്കുകയാണ്. കള്ളിൽ വെള്ളം ചേർക്കാനില്ലാതെ വന്നപ്പോ ആ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ഈ ചരിത്രം പറയുമ്പോ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, മൻ അശ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്. നബിയേ ലോകത്തെ ഏറ്റവും പരാജയമുള്ള വ്യക്തി ആരാണ്? ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ലോകത്തിന്റെ നായകന് പറയുകയാണ്, ഖുദാർ ബിൻ സാലിഫ് അല്ലദീ ഹഖറ നാഖത്തല്ലാഹ്. സമൂദ് ഗോത്രത്തിന്റെ തലവനായിരുന്ന ആ ഗോത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായ ഖുദാർ ബിൻ സാലിഫ് എന്ന മനുഷ്യനാണ് ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടി. കാരണം അവൻ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകമായ അള്ളാഹുവിന്റെ ഒട്ടകത്തെ കൊന്നുകളഞ്ഞവനാ. ആ സമുദായത്തെ മുഴുവനും നശിപ്പിക്കാൻ കാരണക്കാരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാമിനും സമൂഹത്തിനും നൽകിയതായ ഒട്ടകത്തെ കൊന്നുകളഞ്ഞപ്പോ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയത് ഫഖറുഹാ. അവർ മുഴുവൻ ആളുകളും ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ നശിപ്പിക്കാൻ തുനിയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബി മുഖേന അവരോട് പറയുകയാണ്, യാ ഖൗം, അല്ലയോ സമൂഹമേ, കേവലം 3 ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ഇനി ലോകത്ത് ജീവിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളെ ഇതാ അല്ലാഹു പരിപൂർണമായി ഉന്മൂലനം ചെയ്യാൻ പോയാ. നിങ്ങളിൽ ഒരാൾ ചെയ്ത തെറ്റ് കാരണം നിങ്ങൾ എല്ലാവരും സമ്മതം മൂളി നിലകൊണ്ടില്ലേ? അത് കാരണമായിട്ട് പരിപൂർണമായി നശിപ്പിക്കാൻ പോയാണ്. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഒന്നാമത്തെ ദിവസം പുലർന്നപ്പോൾ തന്നെ അവരുടെ മുഖകമലം മുഴുവനും പരിപൂർണമായി മഞ്ഞ നിറമായി മാറുകയാ. രണ്ടാമത്തെ ദിവസം എത്തിയപ്പോ 5000-ഓളം വരുന്ന ജനങ്ങളുടെ മുഖം മുഴുവനും ചുവപ്പ് നിറമായി മാറിയത്രേ. മൂന്നാമത്തെ ദിവസം പ്രഭാതം പൊട്ടി പുലർന്നപ്പോ ജനങ്ങൾ പരസ്പരം നോക്കിയിട്ട് തിരിച്ചറിയുന്നില്ല. മുഖം മുഴുവനും കറുത്തു പോകുകയാണ്, കറുകറുത്തു പോകുകയാ. നഊദു ബില്ലാഹ് ഇത് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്, ഒരിക്കലും തന്നെ കളവാക്കപ്പെടുകയില്ല. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 3 ദിവസങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് അവർ ശേഷിച്ചത്. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോ മുഖം വല്ലാതെ മഞ്ഞ നിറമായി, രണ്ടാമത്തെ ദിവസം വന്നപ്പോ വല്ലാത്ത ചുവപ്പ് നിറമായി, മൂന്നാമത്തെ ദിവസമായപ്പോ മുഖം മുഴുവൻ ആളുകളുടെയും കറുപ്പ് നിറമായി മാറിയത്രയെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവാഹാ വലാ യഖാഫു ഉഖബാഹാ. സൂറത്തു ശംസ് പരിശോധിച്ചു നോക്ക് ചെറുപ്പക്കാരാ. അതിന്റെ അവസാന ഭാഗം അല്ലാഹു വ്യക്തമാക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല 5000-ഓളം വരുന്ന സമൂദ് ഗോത്രക്കാര് മദീനയിലെ തെക്കുള്ളതാകുന്ന 400 കിലോമീറ്റർ തെക്കുള്ളതായ ഹിജ്റ എന്ന പ്രവിശ്യയിലെ സമൂദ് ഗോത്രക്കാരെ പരിപൂർണമായി അല്ലാഹു ഇല്ലാതാക്കുകയാ. അവരെ കീഴ്മേൽ അല്ലാഹു മറിച്ചിട്ട് എല്ലാവരെയും കൊന്നുകളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ.
എന്തിന്റെ പേരിലാണ് ഈ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിക്ക് നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആനിൽ നൽകിയിട്ടുള്ളത്? 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പ് ഈ ലോകത്തേക്ക് ദഅവത്തുമായി കടന്നു വന്നതായ സാലിഹീനുടെ ചരിത്രം എന്തിനാണ് വർഷങ്ങൾക്ക് ഇപ്പുറം ഖുർആനിൽ അല്ലാഹു സ്ഥിരപ്പെടുത്തിയത്? ഈ ഉമ്മത്തിനെ പഠിക്കാനാണ്, പാഠം ഉൾക്കൊള്ളാനാണ്. തെറ്റുകൾ കാണുമ്പോ അത് പരിപൂർണമായി തൃണവൽഗണിച്ചുകൊണ്ട് നിലകൊള്ളണേ, അവരെ നന്മ കൊണ്ട് കൽപ്പിക്കണേ, തെറ്റ് ചെയ്യരുത് എന്ന് പരിപൂർണമായി പറഞ്ഞു വിലക്കണേ. ഇത് മുഅ്മിനിന്റെ ബാധ്യതയാണ്. എപ്പോഴാണ് യഥാർത്ഥ ഉത്തമമായ സമുദായമാകുന്നത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ കൊണ്ട് മാത്രമല്ല, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാ യഥാർത്ഥ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവനായി തീരുക, യഥാർത്ഥ ഉമ്മത്തിൽ ഉൾപ്പെടുക, അത്യുത്കൃഷ്ടരാകുന്ന ഉമ്മത്താകുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പോഴാണ് യഥാർത്ഥ ഉമ്മത്തിങ്ങൾ ഉൾപ്പെടുന്നത്. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. തെറ്റ് കാണുമ്പോൾ മിണ്ടാതിരിക്കലല്ല വാപ്പ ചെയ്യേണ്ടത്, വല്യപ്പ ചെയ്യേണ്ടത്, ഉമ്മ ചെയ്യേണ്ടത്. മോനത് ചെയ്യാൻ പാടില്ല, വിലക്കേർപ്പെടുത്തണം കർശനമായിട്ട്. കാരണം ഇത് കളിയും തമാശയല്ല. ഇന്ന് മുഅ്മിനീങ്ങളെല്ലാം ആഘോഷമാക്കി കൊണ്ടുപോകാം. കാണുന്നതൊക്കെ ആഘോഷം. ചെറിയ പെരുന്നാൾ, ബലി പെരുന്നാൾ മാത്രമാണ് മുഅ്മിനിന്റെ ആഘോഷം. അത് തന്നെ ഇസ്ലാമികമായിട്ടാകണം. ഇത് കാണുന്നതൊക്കെ കേക്ക് മുറിക്കുക. കൊറോണ വന്നപ്പോൾ എല്ലാവരും ഇരുന്ന് പഠിച്ച് കേക്ക് വെക്കാൻ. ഇപ്പൊ അള്ളാഹത്ത് മൊത്തം കേക്ക് ഉണ്ടാക്കുക, ഇത് തന്നെ പരിപാടി. കാണുന്നതിലൊക്കെ എല്ലാ ദിവസവും കേക്ക് മുറിച്ചിട്ട് ചുണ്ടത്തേക്ക് വെക്കുക. അവസാനം കേക്ക് മുറിച്ച് ക്ലോസറ്റിന്റെ രൂപത്തിൽ വരെ കേക്കായി എന്ന് പറഞ്ഞാൽ ഈമാൻ പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഹങ്കാരം അതാണ് വെച്ചുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പല്ലിനിടയിൽ ഇറച്ചിയിരിക്കുന്നവരൊക്കെ ഇത്തരത്തിലുള്ള കുത്തലുള്ളൂ എന്ന് പണ്ട് കാലത്ത് പറയും. കറക്റ്റാണ്. പണ്ട് കഞ്ഞിയും പയറും വെച്ച് നടന്നപ്പോൾ ഈ സോക്കേടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇച്ചിരി പണവും പുത്തമ്പണവും വന്നപ്പോഴത്തേക്കും വലിയ സോക്കേട് ഇളകിയവനാണ്. അവനെ അഹങ്കാരം കാണിക്കണം. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അനങ്ങാതെ പള്ളിയുടെ മൂലയ്ക്ക് വന്നിരുന്നിട്ട് ഉസ്താദേ രാഹുലെ ചെല്ലാൻ വല്ല ഇജാദത്തുണ്ടോ മുസ്ലിയാരെ ചോദിച്ചിട്ട് 100 ചൊല്ലി ഹൈവാൻ അവിടെ മൂലയ്ക്കിരുന്ന് ചെല്ലി ഒരു വിധത്തിൽ പൊയ്ക്കോളും. പണം കൂടിയപ്പോ പള്ളിയും വേണ്ട, പള്ളിക്കാരൻ വേണ്ട, ദീനും വേണ്ട, ദീനിനെ സഹായിക്കുന്നുമില്ല, പാവങ്ങളുടെ കണ്ണീരപ്പൊന്നുമില്ല. ചോദിച്ചാൽ അവർക്കൊക്കെ 500. ദീനിനെ സഹായിക്കുന്ന ആൾക്കാരൊക്കെ 500. ആകെ കൂടി പള്ളിയിൽ റമദാൻ കഴിഞ്ഞിട്ട് ആകെ പെരുന്നാളിന് ഉസ്താദിന് കൈമടക്ക് കൊടുക്കും. അത് തന്നെ 10ന്റെ 10 നോട്ടെടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് മുസ്ലിയാർക്ക് കൊടുക്കും. മുസ്ലിയാരുടെ കയ്യിലോട്ട് പിടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കട്ടിയുള്ളത് കിട്ടിക്കോട്ടെ. മുസ്ലിയാർ കാര്യമായിട്ട് എന്തോ തകർന്നെന്നും പറഞ്ഞ് പോക്കറ്റിൽ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി എണ്ണി നോക്കുമ്പോൾ 100 രൂപ ഹവാൻ തന്നത്. ഇതാ വലിയ കാര്യമായിട്ട് 10ന്റെ 10 നോട്ടെടുത്ത് റൗണ്ട് ചെയ്ത് പിടിപ്പിക്കുക. വേറെ എന്തെങ്കിലും കാര്യത്തിന് ചോദിക്കണം. നാട്ടിലൊരു സിനിമാ നടൻ വരുന്നുണ്ട്, അയാൾക്ക് ഇന്നത് വാങ്ങിച്ചു കൊടുക്കണം. എന്റെ വക 5 പവൻ ഹാജി വാരുന്നു, പേര് പറ, പത്രത്തിൽ കൊടുക്കും. പണം കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ. മനസ്സിലാക്കണം ഇവിടെ. അപ്പൊ ഇവന്റെ ഉള്ളിലിരിപ്പെന്താ? ദീനിനോടുള്ള മഹബത്തുണ്ടോ? ഇഖ്ലാസ് ഉണ്ടോ? അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാനും നിരാലംബര കമലമ്പമാകാനും ദീനിന്റേതാകുന്ന ആളുകൾക്കും ഷിആറുകൾക്കും ഇവൻ എത്രത്തോളം പണം ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ കാണുന്ന ഗാനമേള ട്രൂപ്പുകൾക്കും അശ്ലീലതകൾക്കുമൊക്കെ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിക്കാൻ ഈ ഉമ്മത്തിന്റെ പ്രഗത്ഭരാകുന്ന പണഭൂതികന്മാര് കടന്നു വന്നിട്ടില്ലേ? പണച്ചാക്കുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എത്ര ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്. ഗരിമ ഉണ്ടാകണം, പെരുമ ഉണ്ടാകണം, 10 ആൾ അറിയണം. എന്റെ പേരൊന്നും പറയല്ലേ മുസ്ലിയാരെ, പേരൊന്നും പറഞ്ഞേക്കല്ലേ. അവസാനം മുസ്ലിയാർ വാത് പറയാൻ സ്റ്റേജിൽ കയറി കഴിയുമ്പോഴത്തേക്കും പേര് പറഞ്ഞു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും പേര് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. 50,000 തന്നു. പേര് പറയേണ്ടത് ആദ്യം 50 വട്ടം പറഞ്ഞായിരുന്നു. ലാസ്റ്റ് പറയാണ് പേരൊന്ന് പറഞ്ഞേക്ക്. ഇതാ നമ്മുടെ അവസ്ഥ. പറഞ്ഞ പേര് പറയുക, അതാണ് ഉദ്ദേശം. ഖലാസ് പോയില്ലേ? നമ്മളുടെ അമൽ എവിടെയാ? ആകെ കൂടി കൊടുക്കുന്നവന്റെ കാര്യമായി പറയുന്നത്. കൊടുക്കുന്നവൻ പേര് പറഞ്ഞേ മതിയാകൂ. അങ്ങനത്തെ അവസ്ഥയിലേക്ക് ലോകമെത്തി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് മുസ്ലിം എത്തിച്ചേർന്നത്? ഇഖ്ലാസോടുകൂടി 1 രൂപയെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തവർ ഈ ഉമ്മത്തിലുണ്ടോ? പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പഴമയിലേക്ക് പോകണേ. നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല.
ഒരു നന്മയും ചെയ്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു 2 റക്അത്ത് നിസ്കാരം പോലും നമുക്കില്ല. മരിക്കുമെന്നുള്ള ഒരു ബോധമോ ചിന്തയോ പോലും ഇന്നത്തെ ഉമ്മത്തിന്റെ സമുദായത്തിന്റെ ഇടയിൽ ഇല്ലാത്ത അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകം മുഴുവനും പരിപൂർണമായി അള്ളാഹു ഇല്ലാതാക്കും. ഉറപ്പാണ്. അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ലോകത്തുണ്ടാകുന്ന ജനവിഭാഗങ്ങൾ മുഴുവനും അല്ലാഹ് എന്ന് പറയാൻ പോലും വിലക്കപ്പെട്ടവരാണ്. അല്ലാഹ് എന്ന വാക്ക് പോലും ഉച്ചരിക്കാത്ത അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി قال رسول الله صلى الله عليه وسلم حبيبായ رسول الله صلى الله عليه وسلم തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, لا تقوم الساعة على أحد يقول الله الله അല്ലാഹ് അല്ലാഹ് എന്ന് പറയാൻ പോലും ഒരാളില്ലാത്ത സാഹചര്യം ഈ ലോകത്തിനെത്തിപ്പെടുമേ. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്, ലോകാവസാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മുടെ മക്കളിൽ എത്ര പേര് അല്ലാഹ് എന്ന് 10 വട്ടം വിളിക്കുന്നത് വാപ്പമാര് കേട്ടവരുണ്ട്? വാപ്പ 10 വട്ടം അല്ലാഹ് എന്ന് പറയുന്നത് മക്കൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടോ? അല്ലാഹ് എന്ന് പറയുന്നതാകുന്ന ഘട്ടം കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അവസാന കാലഘട്ടം, ലോകാവസാനത്തിന്റെ സമയമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. മദ്രസകളിലുള്ള ഓതലുകൾ കുറഞ്ഞു പോയ ഘട്ടം, അറബി കോളേജുകൾ നിലച്ചുപോയ ഘട്ടം, ദർസ് രംഗങ്ങൾ നിലച്ചുപോയ ഘട്ടം, മതസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ട ഘട്ടം, കൊറോണ എന്ന മഹാമാരി പിടിപെട്ടുകൊണ്ട് എല്ലാം സ്തംഭിച്ചു പോയ ഘട്ടം, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജുമുഅയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാകുന്ന ആളുകൾ പോലും ഇന്ന് ജുമുഅയ്ക്ക് പള്ളികളെ തുറന്നിട്ട് പോലും നമസ്കരിക്കാൻ പോകാതെ മടി പിടിച്ചുകൊണ്ട് വീടിന്റെ കത്തലങ്ങൾ പുതപ്പിട്ട് മൂടിക്കൊണ്ട് നിലകൊള്ളുന്ന ഘട്ടം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ തറക സ്വലാത്തൻ മുതഅമ്മിദ, ആരെങ്കിലും നമസ്കാരം ഒരെണ്ണം ഒഴിവാക്കി കഴിഞ്ഞാൽ, നമസ്കാരം ഒരൊറ്റ ഒരു നമസ്കാരം, ഒരു ളുഹർ, ഒരു അസർ, ഒരു മഗ്രിബ്, ഒരു ഇശാ, ഒരു സുബൈ, ഏതെങ്കിലും ഒരൊറ്റ ജമാഅത്ത് ആരെങ്കിലും ഒഴിവാക്കിയാൽ, ഒരൊറ്റ നമസ്കാരം തന്നെ വീടിന്റെ അകത്തലങ്ങൾ തന്നെ ഒഴിവാക്കിയാൽ തന്നെ ഫഖദ് ബരിഅ മിനല്ലാഹ് വബരിഅ അല്ലാഹു മിൻഹു, അവനിൽ നിന്ന് അല്ലാഹു ഒഴിവായി, അവനെ അല്ലാഹു കാരുണ്യത്തോടു കൂടി നോക്കുകയില്ല. പടച്ചറപ്പിന്റെ പൊരുത്തം കിട്ടാത്ത മക്കളായി നമ്മുടെ മക്കള് മാറിയില്ലയോ? മൻ തറക സലാസ ജുമഅൻ, ആരെങ്കിലും 3 ജുമഅകൾ മുടക്കി കഴിഞ്ഞാൽ തബഅല്ലാഹു ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ സീല് വെക്കുമേ. കുഫ്രിയത്തിന്റെ സീല്, അവിശ്വാസത്തിന്റെ സീല് അവന്റെ ഹൃദയത്തിൽ അല്ലാഹു വെക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമസ്കാരങ്ങളെ മുടക്കല്ലേ ചെറുപ്പക്കാരാ. നമസ്കാരം നിനക്കുള്ള വിരുന്നാണ്. നമസ്കാരം നിനക്ക് ആഖിറത്തിലേക്കുള്ള ശോഭനമാ, ആഖിറത്തിലേക്കുള്ള ദറജ ഉയർത്താൻ കാരണമാണെന്ന് തിരിച്ചറിയണേ സോദരാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പാതിരാത്രി സമയം അത്രയും കളിച്ചും രസിച്ചും രമിച്ചും നിലകൊള്ളുന്നവരല്ലയോ? കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ, വാട്സാപ്പിലൂടെ, ടിക്ടോക്കിലൂടെ സമയങ്ങളെ കൊന്നു തീർക്കുന്ന സഹോദരിമാരല്ലയോ? സ്വന്തം ശരീരത്തിന്റെ നഗ്നതകൾ പോലും പരപുരുഷന്മാരെ കാണിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്യാൻ നിലകൊള്ളുന്ന സഹോദരിമാരല്ലയോ? നഊദു ബില്ലാഹ്. ഈ കൊറോണ എന്ന മഹാമാരി വന്നപ്പോ സാമ്പത്തികമാകുന്ന ഞെരുക്കം അനുഭവപ്പെട്ടിട്ടല്ല ഉപ്പളയിലെ പാവപ്പെട്ട മുസ്ലിം അംഗമാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്. അവരുടേതാകുന്ന ശരീരത്തിന്റെ ഭാഷ മറ്റുള്ള പരപുരുഷന്മാർക്ക് കാണിക്കുകയാണ്. അതിന് മൊബൈൽ ഫോൺ വില്ലനാകുന്ന ഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ കാതുകളെ മലീമസമാക്കിയിരുന്ന റേഡിയോകൾ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവന്റെ കാതുകൾ മാത്രമാണ് മലീമസമായത്. പിന്നീട് ടിവികൾ വന്നപ്പോ കാതും മലീമസമായി
കണ്ണിന്റെ കാഴ്ചമായി കാണുന്നത് മുഴുവനും ഹറാമായി മാറി. എനിക്ക് വാർത്ത കേൾക്കണം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു വെച്ച TV പിന്നീട് കാണുന്നത് മുഴുവനും അശ്ലീലതകളായി മാറി. അതിൽ നിന്ന് പിന്നീട് അവന് പോകുകയാണ്. പിന്നീട് അടുത്ത യുഗത്തിലേക്ക് പോയി. മൊബൈൽ ഫോൺ എന്ന വില്ലൻ വന്നു. അവന്റെ കാതും നഷ്ടപ്പെട്ടു, അവന്റേതാകുന്ന കണ്ണിന്റെ നന്മ നഷ്ടപ്പെട്ടു, അവന്റെ നാവിന്റെ നന്മ നഷ്ടപ്പെട്ടു, അവന്റെ ഹൃദയം പോലും കവർന്നു പോയി. പഠിച്ചു വെക്കണേ പിശാചി എത്രത്തോളമാണ് നമ്മളെ നശിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. പിശാചിന്റെ കരവലയത്തിൽ പെട്ടുപോകരുതേ. ഖുർആൻ അടിക്കടി ഓർമ്മപ്പെടുത്തിയതാണ്. എന്നിട്ടും മുസ്ലിമിന് പെട്ടുപോവുകയാണ്. റേഡിയോ തരംഗമായിരുന്ന ഘട്ടത്തിൽ നീ റേഡിയോ വാങ്ങിച്ചു വെച്ചവനാണ്. TV വന്നപ്പോഴും TV വീടിന്റെ അകത്തലങ്ങൾ വെച്ചു. പാടില്ല എന്ന് ഉലമാക്കൾ പറയുമ്പോഴും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് നടന്നവനാണ്. ഇന്നിതാ മൊബൈൽ ഫോണിൽ വീടിന്റെ അകത്തലങ്ങളിലേക്ക് വന്നു, മക്കൾക്ക് വന്നു. അവസാനം പഠിപ്പിച്ചെന്ന നിലയിൽ മക്കളുടെ കൈകളിലേക്ക് വന്നു. എത്രയോ മക്കൾ ഇന്ന് അതിന് മേൽ നിരതരാകുകയാണ്. പാതിരാത്രി സമയം വരെ മക്കളിതാ ഓൺലൈൻ പഠനമെന്ന പേരിൽ നിലകൊള്ളുകയാണ്. വാപ്പ അതിനു വേണ്ടി പോകുമ്പോഴും മകൾ വീടിന്റെ അകത്തലങ്ങളിൽ ഇരുന്ന് പഠിക്കുകയാണ്. എനിക്ക് SSLC-യിൽ പാസ്സാവണം, എനിക്ക് +2-ന് പാസ്സാകണം. സ്വന്തം കാമുകനുമായി പാതിരാത്രി സമയങ്ങളിൽ സൊല്ലാനും വകവച്ചു കൊടുക്കാനും വർത്തമാനം പറയാനും വീഡിയോ ചാറ്റിംഗ് നടത്താനും ഉള്ളതാകുന്ന അവകാശ പത്രികയായി ഇന്നത്തെ മൊബൈൽ ഫോൺ വില്ലനായി മാറിയില്ലയോ? നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാണ്. ലാ തഖൂമു സ്സാഅ. ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വന്ന് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വാപ്പ വലിയ സാമ്പത്തികമുള്ള വ്യക്തിയാണ്. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ബാങ്കിലേക്ക് ഡ്രാഫ്റ്റ് അയക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ. ആ ഉപ്പയെ മറന്നുകൊണ്ട് പാതിരാത്രി സമയം വരെ ബ്ലോഗ് ചെയ്യുന്ന പെങ്ങളെ, ആർക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ ബ്ലോഗ് ചെയ്യുന്നത്? നിന്റെ ശരീരത്തിന്റെ ഭാഷ പരപുരുഷന്മാരെ കാണിക്കൽ വിശുദ്ധ ഇസ്ലാമിൽ ഹറാമല്ലയോ? അൽമർഅതു കുല്ലുഹാ ഔറാ. ഒരു പെണ്ണിന്റെ തലയുടെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്. പരപുരുഷന്മാര് കാണാൻ പറ്റൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ വാക്ക് തൃണവൽഗണിച്ചിട്ട് കുമ്മനം ഉസ്താദിന്റെ വാക്കല്ല, ലോകത്തിന്റെ നായകൻ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് തൃണവൽഗണിച്ചിട്ട് എന്തിനാണ് പൊന്നുമോളെ നീ ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ ഇറങ്ങുന്നത്? ആർക്ക് വേണ്ടിയാണ് പൊന്നുമോളെ നീ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ചെറുപ്പക്കാരാ നീ നിന്റെ പകലുകൾ ഇങ്ങനെ മോശമാക്കുന്നത്? എന്തിനാണ് നീ അശ്ലീലത കാണുന്നത്? എന്തിനാണ് അന്യ പെണ്ണിലേക്ക് നീ തിരിയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം നീ പഠിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മരണത്തോടടുത്ത സമയം പൊട്ടിക്കരയുകയാണ്. വീടിന്റെ അകത്തലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഫാത്തിമ ബീവിയോട് കൂട്ടുകാരിയാകുന്ന അസ്മാ ബിൻത് ഉമൈസ് ചോദിക്കുകയാണ്, മായുബികീകി യാ ഫാത്തിമ, എന്തിനാണ് ഫാത്തിമ ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം മറ്റൊന്നുമല്ല, എന്റെ മയ്യത്ത് കെട്ടിൽ ഓർത്തിട്ടാണ്. അന്നത്തെ കാലത്ത് മദീനയിലുള്ളതാകുന്ന മയ്യത്ത് കെട്ടിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കടത്തുന്നതാകുന്ന ഒറ്റപ്പലകയുടെ സ്ട്രക്ചറില്ലേ, അതുപോലത്തെയുള്ളതാകുന്ന മയ്യത്ത് കെട്ടിലാണ്. അഥവാ ആളുകളെ കടത്തിയാൽ അതിന്റെ മുകളിൽ മൂടിയില്ലാത്തതാകുന്ന ഘട്ടം 4 ഭാഗത്തും ആളുകൾക്ക് പിടിക്കാനുള്ള സൗകര്യമുണ്ട്. കേവലം ശരീരത്തിന്റെ ഭാഷ നല്ലതുപോലെ കാണാൻ പറ്റുന്നതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം മറ്റൊന്നുമല്ല, എന്റെ വാപ്പ 6 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. എന്റെ വാപ്പയാകുന്ന കരളിന്റെ കഷ്ണമാകുന്ന മുത്തുനബി വഫാത്തായി പോയി. അതിന്റെ ഹൃദയത്തിൽ വല്ലാത്ത നൊമ്പരമുണ്ടാക്കി. പിന്നീട് ഞാൻ
ഇപ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയാനുള്ള കാരണം മയ്യത്ത് കട്ടിൽ ഓർത്തിട്ട് കരയുകയാണ്. ഒറ്റപ്പലകയുടെ മേലിൽ ഈ പാവപ്പെട്ട ഫാത്തിമ മരണപ്പെട്ടു പോയാൽ 3 തുണി കഫം പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് അതിൽ മേൽ വെക്കുമ്പോ ആ മയ്യത്ത് കട്ടിൽ ചുമന്നുകൊണ്ട് കുടുംബാദികളും ബന്ധുക്കളും പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ആളുകൾ പറയില്ലേ ഫാത്തിമയുടെ ശരീരത്തിന് ഇത്ര നീളമുണ്ടായിരുന്നു, ആളുകൾ പറയില്ലേ ഫാത്തിമയ്ക്ക് ഇത്ര വണ്ണമുണ്ടായിരുന്നു, അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. പഠിച്ചു വെക്കണേ പെങ്ങളെ, സ്വന്തം വീടിന്റെ ഉള്ളറകൾ, അലമാരകൾ, വീടിന്റെ ആഭരണങ്ങൾ എന്ന് മാത്രമല്ല വീട്ടിലുള്ളതാകുന്ന ചെറിയ പട്ടിക്കുട്ടിയവരെ, പൂച്ചയവരെ ബ്ലോഗ് ചെയ്യാൻ തയ്യാറാകുന്നവരെ, എന്റെ ഭർത്താവ് ഇവിടെയാണ് വിശ്രമിക്കുന്നത്, ഞങ്ങളുടെ കിടപ്പുമുറി ഇതാണ്, ഞങ്ങൾ വൈകുന്നേരം വിശ്രമിക്കുന്നത് ഇവിടെയാണ്, ഞങ്ങളുടേതാകുന്ന അയൽവക്കം ഇതാണ്, ഞങ്ങളുടെ നാട്ടുകാരിതാണ്, ഞങ്ങളുടെ കൂട്ടുകാരിതാണ്, ഞങ്ങളുടെ ബന്ധുക്കൾ ഇതാണ്, ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇവിടെയാണ്, ഞാൻ കുളിക്കുന്ന കുളിപ്പര ഇതാണ്. പെങ്ങളെ നാണമില്ലേ നിനക്ക്? ഇതൊക്കെ വിറ്റിട്ട് ധനമുണ്ടാക്കാൻ, ഇതൊക്കെ വിറ്റിട്ട് യൂട്യൂബിലൂടെ പണമുണ്ടാക്കാൻ നാണമില്ലേ മുസ്ലിമത്തെ നിനക്ക്? അവസാനം ലൈക്കിന്റെയും ഷെയറിന്റെയും ആധിക്യം കൂടിയപ്പോ സ്വന്തം ശരീരത്തിലേക്ക് ചിരിച്ചു വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ശരീരഭാഷ കാണിച്ചിട്ട് 10 രൂപ കൂടി കൂടുതൽ ഉണ്ടാക്കണം, ഇൻകം ഉണ്ടാക്കണമെന്ന താല്പര്യത്തിൽ നിലകൊള്ളുന്ന മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ. മരണപ്പെട്ടതിന് ശേഷം, ജീവിച്ചിരിക്കുമ്പോഴല്ല, മരണപ്പെട്ടതിന് ശേഷം മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നമസ്കരിക്കാൻ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, ഒറ്റപ്പലകയുടെ മേൽ കടത്തിയിട്ട് കൊണ്ടുപോകുമ്പോ, മരണപ്പെട്ട് കഴിഞ്ഞിട്ട് എന്റെ ജനാസ 3 തുണി കഫം പൊതിഞ്ഞ് പരിപൂർണമായി മറച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ പോലും എന്റെ ശരീരഭാഷ മറ്റുള്ളവർ കാണില്ലേ എന്ന് മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞ വനിതയാണ് ബീവി ഫാത്തിമ. അതുകൊണ്ടാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമായത്. കേവലം റസൂലുള്ളാഹിയുടെ മകളായതുകൊണ്ടല്ല, ഖുറൈശി തറവാട്ടിൽ പറന്നതുകൊണ്ടല്ല. പഠിച്ചു വെക്കണേ, മതബോധവും മതനിഷ്ഠയും ഉള്ളത് കൊണ്ടാണ്, തഖ്വയനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ്. സ്വർഗം വേണ്ടേ പൊന്നുമോളെ? ഇത് കേവലം ഉമ്മന മുസാദ് വരും രാഗത്തിന് വേണ്ടി പറയുന്നതല്ല. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് കഴിയണേ. ലോകം മുഴുവനും മോശപ്പെട്ടവരായി അവൾ ബ്ലോഗ് ചെയ്ത് പൈസ ഉണ്ടാക്കി, ഉസ്താദേ ഇന്ന നടി പൈസ ഉണ്ടാക്കുന്നു, ഇന്ന നാട്ടുകാര് പൈസ ഉണ്ടാക്കുന്നു, ഇന്ന ആള് ചെയ്യുന്നില്ലേ, ഇന്ന അറബി ചെയ്യുന്നില്ലേ, ഇന്ന അനറബി ചെയ്യുന്നില്ലേ, അതല്ലടോ തീര്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? അവിടുത്തെ ഭാര്യമാരെന്ത് ചെയ്തു? അവരുടെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്തു? സ്വഹാബത്ത് എന്ത് ചെയ്തു? താബീങ്ങൾ എന്ത് ചെയ്തു? അയിമ്മത്തുകൾ എന്ത് പറഞ്ഞു? ഇതനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ് ദീൻ. അതല്ലാത്തത് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. കൂട്ടുകാരിയോട് ഈ വിഷമം പറഞ്ഞപ്പോ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, വിഷമിക്കണ്ട ഫാത്തിമ, ഞാൻ നിനക്കൊരു മയ്യത്ത് കട്ടിൽ പരിചയപ്പെടുത്തി തരാം, എന്റെ കൂടെ ഒന്ന് പുറത്തു വരൂ ഫാത്തിമ. പൊട്ടിക്കരഞ്ഞിരുന്ന ഫാത്തിമ ബീവി കരച്ചിൽ നിർത്തി കൂട്ടുകാരി വിളിച്ചപ്പോ വീടിന്റെ ഉമ്മറത്തേക്ക് ചെല്ലുന്നു. ഈന്തപ്പന ഓലകൾ കൊണ്ട് മറച്ചിട്ട് ഇന്നുള്ള മയ്യത്ത് കട്ടിൽ പോലെ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിൽ കാണിച്ചു കൊടുക്കുകയാണ്. പറഞ്ഞു, ഇന്നത് അങ്ങനെ ഹബിഷയിലുള്ള എത്യോപ്യയിലുള്ള മയ്യത്ത് കട്ടിലാണ്, ഈ മയ്യത്ത് കട്ടിൽ നിനക്ക് വേണ്ടി നമുക്ക് പണിയിക്കാം. അങ്ങനെ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്തായി. അലിയാർ തങ്ങളോട് പൊരുത്തം ചോദിച്ചു മഹദികൾ വഫാത്തായി. ഞാൻ വിശദീകരിക്കുന്നില്ല സംഭവങ്ങൾ. കണ്ണീർ കടലായി പോകും, സങ്കടക്കടലായി പോകും ആ വഫാത്ത്. വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന സന്ദർഭമാണ്. തന്റെ പ്രിയപ്പെട്ട പ്രിയതമനോട് പൊരുത്തം ചോദിച്ചുകൊണ്ട് വിടവാങ്ങുന്ന ഫാത്തിമ അവസാനമായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പോലും സ്വന്തം ഭർത്താവിനെ പൊട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന, ഭർത്താവേ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമോ വിഷമമോ പ്രയാസമോ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നെങ്കിൽ ഈ പാവപ്പെട്ട ഫാത്തിമയ്ക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിച്ചതാകുന്ന ഒരു ഭർത്താവിനോട് പരിപൂർണമായി പൊരുത്തം ചോദിച്ചുകൊണ്ട് വിട പറയുന്ന ഫാത്തിമ അവസാനമായി പറയുകയാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലിലെ എന്റെ ജനാസ കൊണ്ടുപോകാവുള്ളൂ. ആദ്യമായി മദീനയിൽ അങ്ങനെ ഒരു മയ്യത്ത് കട്ടിൽ പണിയപ്പെട്ടത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയാണെന്ന് പഠിച്ചു വെക്കണേ. ഉപ്പളയിലുള്ള കാസർഗോഡുള്ള ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ പെങ്ങളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ മയ്യത്ത് കൊണ്ടുപോയി അടക്കേണ്ടത് രാത്രിയിലേ കൊണ്ടുപോകാവുള്ളൂ.